സാജൻസ്കറിയ എന്ന് പറഞ്ഞ വ്ളോഗർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടേ ഇല്ല. ഇത് പിന്നെ എന്നതാണ് ഈ പ്രൊമോട്ട് ചെയ്തത്? മതിൽ പണിതത് മറുനാടൻ. ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ? സാജൻസ്കറിയ നിങ്ങൾ എനിക്ക് എത്ര മാപ്പ് തരുമോ ഇല്ലയോ എന്ന് നോക്കുന്നത്? ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോ? കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ? അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാ? മിണ്ടായിരിക്കും തോറും ചുമ്മാ ആവശ്യമില്ലാത്ത പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഷോർട്സ് വീഡിയോൻ്റെ അകത്ത് കണ്ടതുപോലെ രേണുസുധിയും അച്ഛനും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നേ ആയിരുന്നു രേണുസുധിയുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തത്. അതിൻ്റെ പ്രധാന വിഷയം എന്ന് വെച്ചാൽ ചുറ്റുമതിൽ കെട്ടാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത സാജൻസ്കറിയ എന്ന് പറയുന്ന ചേട്ടനെതിരെയായിരുന്നു രേണുസുധി ക്ഷുഭിതയായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രേണുസുധി മാത്രമല്ല, രേണുസുധിയുടെ അച്ഛനും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണുസുധിയുടെ അച്ഛൻ പറയുന്നത് വെറും 45,000 രൂപ മാത്രം തന്നു എന്നാണ് രേണുസുധിയുടെ അച്ഛൻ പറയുന്നത്. പക്ഷേ മറുനാടൻ ചാനലിൻ്റെ അകത്ത് അദ്ദേഹം കൃത്യമായി കൊടുത്ത പൈസ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് 1,19,000 രൂപയോളെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 1,00,000 മുകളിൽ എന്തായാലും ഉണ്ട്. ബാക്കി പൈസ രേണുസുധിയുടെ അച്ഛൻ മറന്നുപോയി. അപ്പോൾ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേട്ടാ കൃത്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിടുന്നതാണ് ചേട്ടൻ ഏറ്റവും നല്ലത്. ചേട്ടൻ ഒരിക്കലും അവർക്കത് ചെയ്തു കൊടുക്കരുതായിരുന്നു. ആ ചെയ്തു കൊടുത്തതിൻ്റെ നന്ദിയാണ് ഇന്നത്തെ വീഡിയോയിൽ അച്ഛനും മകളും വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.